ഹായ് ഗൈസ്, എസ് ലോകത്ത് ഞാൻ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ജേർണൽ കിറ്റാണ്. കുറേ ദിവസം കൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രീൻ തീമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മീഷോ എന്നാണ്. നല്ല അഫോർഡബിളായിട്ട് 300 ആൻഡ് സംതിങ്ങിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ജേർണൽ കിറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് നോക്കുക. നല്ല അഫോർഡബിൾ റേഞ്ചിന് തന്നെ കിട്ടും. അത് ഗ്രീൻ തീമാണ് 300 ആൻഡ് സംതിങ്ങിന്. നല്ല സേഫ്റ്റി ആയിട്ടാണ് പാക്കേജിംഗ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബോക്സിൽ വരുന്നതുകൊണ്ട് തന്നെ ഓർഗനൈസ് ചെയ്യാനും സിമ്പിളാണ്. ഒരു ജേർണലിങ് ചെയ്യാനുള്ള എല്ലാ സപ്ലൈസും ഇതിൽ വരുന്നുണ്ട്. ഗ്രിഡ് ലൈൻ പേജസ് ഉള്ളതാണ്. കൂടെ ഒരു കവറും കൂടെ വരുന്നുണ്ട്. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നോട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. ബുക്കിനെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കട്ടിയായിട്ടുള്ളതാണ് പേജൊക്കെ. സോ കീറിയൊന്നും പെട്ടെന്ന് പോകാൻ ചാൻസ് ഇല്ല. പിന്നെ മെമോ പാഡ്, പിന്നെ ടു ഡു ലിസ്റ്റ്, പിന്നെ വേറൊരു സാധനവും കൂടെ വരുന്നുണ്ട്. ഇത് ഒരു 60 പീസസ് ആണ് ഈച്ച് വരുന്നത്. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് യൂസ് ആവുന്ന ഒരു ഇതാണ് ടു ഡു ലിസ്റ്റ്, മെമോ പാഡ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്യാം. ഇതിലൊരു വാഷ് ട്യൂബും കൂടെ വരുന്നുണ്ട്. നല്ല ഡിസൈൻഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനായിരുന്നു. വൈറ്റ് കോട്ടഡ് കാർഡ് 3 എണ്ണം, പിന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഡിസൈനിൽ വരുന്ന കാർഡ് 5 എണ്ണം, പിന്നെ കാർഡ്സ് നോർമൽ കാർഡ്സ് 10 എണ്ണമാണ് വരുന്നതിൽ. ഫോട്ടോ ഫ്രെയിം കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കാർഡിൽ മിഡിലിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പോർഷൻ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ഒക്കെ ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതും ഒരു കവറിനകത്ത് കുറേ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയോടെ നല്ല കട്ടിയുള്ള കാർഡായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ ഒരു കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. നമുക്ക് കട്ട് ചെയ്തു നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എൻവലപ്പാണ്. ഇത് ജേർണൽ ചെയ്യുമ്പോൾ ഒട്ടിച്ചും വയ്ക്കാം, ആർക്കെങ്കിലും ലെറ്റർ അയച്ചും കൊടുക്കാം. 2 എണ്ണമാണ് വരുന്നത്. അതിന് ശേഷം ഇതേപോലത്തെ കാർഡ്സാണ് ഇച്ചിരി വരുന്നത്. നല്ല ഡിസൈനിൽ കുറേ ഉണ്ടായിരുന്നു. അതേപോലത്തെ പേപ്പേഴ്സ് നമുക്ക് വെട്ടി ഒട്ടിക്കാം. അടുത്ത വരുന്നത് പേപ്പേഴ്സാണ്. ഇത് വന്നിട്ട് മെറ്റീരിയൽ പേപ്പറാണ്, ട്രാൻസ്പാരൻ്റ് ആണ്. 10 എണ്ണമാണ് ഉള്ളത്. കീറിയൊക്കെ കുറേ ഇങ്ങനെ സൈഡിലൊക്കെ ഒട്ടിക്കല്ലേ, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ മെറ്റീരിയൽ പേപ്പേഴ്സ് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, കൊള്ളാം മെറ്റീരിയൽ പേപ്പർ. പിന്നെ അടുത്ത മെയിൻ ഒരു സംഭവമാണ് നമ്മുടെ വാഷി സ്റ്റിക്ക്, പെറ്റ് സ്റ്റിക്കേഴ്സ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ബട്ടർഫ്ലൈസിൻ്റെ പിന്നെ ചെടിയുടെ ആണ് മെയിനായിട്ട് ഇതിലുള്ളത്. അല്ലാതെയും കുറേ ഉണ്ടായിരുന്നു. ഒന്നും പിന്നെ ഇത് പെറ്റ് സ്റ്റിക്കേഴ്സാണ്. പെറ്റ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഇത്. അപ്പോൾ പെറ്റ് സ്റ്റിക്കേഴ്സാണ്. എല്ലാം ഒരു ചെടിയുടെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നെ ഒരു നെക്സ്റ്റ് തിരിച്ചും ഒരു ബണ്ടിൽ ഫോൾഡിങ് പേപ്പർ ആയിരുന്നു. നേരത്തെയും ഇച്ചിരി ഉണ്ടായിരുന്നു. ഇത് അതേപോലെ തന്നെ ഇച്ചിരി ഡിഫറെൻ്റായിട്ട് അടുത്ത ഫോൾഡിങ് പേപ്പറാണ്. പക്ഷേ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഓക്കെയാണ്, കൊള്ളാം. അടുത്ത നമ്മുടെ ലാസ്റ്റ് വന്നിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് പേപ്പറാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ നമുക്ക് ജേർണലിങ് ചെയ്യാം. അതും കറക്റ്റ് 10 പീസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടെന്നും എൻ്റെ ലിങ്കും പ്രൈസും എല്ലാം ഞാനപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജേർണലിങ് ചെയ്യുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക. ഓർഗനൈസൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ബോക്സിൽ തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.